400 സ്ഥാനാർത്ഥികളെ അണിനിരത്തിക്കൊണ്ട് ബാലറ്റ് പേപ്പറിലേക്ക് ഒരു തിരികെ പോക്ക് സാധ്യമാക്കാനുള്ള പദ്ധതികളിലേക്ക് നീങ്ങുകയാണ് പ്രതിപക്ഷം. ഇവിടെ BJP പറയുന്നത് കെട്ടിവെച്ച കാശ് പോലും കിട്ടില്ല എന്ന് അറിയാവുന്നത് കൊണ്ടാണ് പ്രതിപക്ഷം ബാലറ്റ് പേപ്പർ എന്ന് പറഞ്ഞുകൊണ്ട് ഇരിക്കുന്നത് എന്നാണ്. എന്നാൽ അതേ നാണയത്തിൽ തന്നെയാണ് പ്രതിപക്ഷവും തിരിച്ചടിക്കുന്നത്. എന്തുകൊണ്ടാണ് ബാലറ്റ് പേപ്പറിലേക്ക് തിരികെ പോക്ക് നടത്താൻ BJP വിസമ്മതിക്കുന്നത് എന്ന്, ഇത്ര കണ്ട് എതിർക്കുന്നത് എന്നും? 1952 ആദ്യ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ തൊട്ട് 1998, 2001 കാലഘട്ടത്തിൽ വരെ ഇന്ത്യയിൽ ബാലറ്റ് പേപ്പർ ആയിരുന്നു. എന്നാൽ 2001 അടുക്കുമ്പോഴേക്കും ബാലറ്റ് പേപ്പർ വിട്ട് EVM-ലേക്ക് മാറുകയാണ് ഉണ്ടായത്. അതിനന്ന് ചില കാരണങ്ങളും ഉണ്ടായിരുന്നു. വ്യാജ വോട്ടിങ്ങും ബൂത്ത് പിടിച്ചെടുക്കലും കാരണം പേപ്പർ ബാലറ്റ് രീതി വ്യാപകമായി വിമർശിക്കപ്പെട്ടു. അവിടെ പാർട്ടി വിശ്വസ്തർ ബൂത്തുകൾ പിടിച്ചെടുക്കുകയും മുൻകൂട്ടി നിറച്ച വ്യാജ ബാലറ്റ് പേപ്പറുകൾ ഉപയോഗിച്ച് നിറക്കുകയും ചെയ്തു. ഇതൊന്നും EVM-ൽ സാധ്യമാകില്ല എന്നതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് 2000 കാലത്തിലേക്ക് എത്തിയപ്പോഴേക്കും EVM-ലേക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നീങ്ങിയത്. എന്നാൽ സാങ്കേതിക വിദ്യയുടെ പഴുതുകളിലൂടെ ബാലറ്റ് പേപ്പർ ഉണ്ടാക്കിയതിനേക്കാൾ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഇന്ന് EVM വഴി സൃഷ്ടിക്കാനാകുമെന്നും അത് തെരഞ്ഞെടുപ്പിന്റെ സുതാര്യതയെ നശിപ്പിക്കുകയും അതുവഴി ജനാധിപത്യത്തിന്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുമെന്നും ഉള്ളതിനാലാണ് വീണ്ടും ബാലറ്റ് പേപ്പർ വേണമെന്നുള്ള മുറവിളി പ്രതിപക്ഷം നടത്തുന്നത്. ഇവിടെ എന്തുകൊണ്ടാണ് BJP മാത്രം ബാലറ്റ് പേപ്പർ എന്ന് പറയുമ്പോൾ മുഖം ചുളിക്കുന്നതും ഇത്ര കണ്ട് എതിർക്കുന്നതും? അതുകൊണ്ടുകൂടിയാണ് ബാലറ്റ് പേപ്പറിലേക്ക് മാറാൻ ഇനി ഒറ്റ വഴിയേ ഉള്ളൂ എന്ന് ദിഗ്വിജയ് സിംഗ് പറയുന്നത്. അതാണ് ഒരു മണ്ഡലത്തിൽ 400 സ്ഥാനാർത്ഥികൾ നിൽക്കുക എന്നുള്ളത്. അപ്പോൾ തിരഞ്ഞെടുപ്പ് EVM-ൽ നിന്ന് മാറി ബാലറ്റിലേക്കാകുമെന്നാണ് അദ്ദേഹം പറയുന്നത്. തിരഞ്ഞെടുപ്പ് ബാലറ്റ് പേപ്പറിലേക്ക് മാറിയാൽ BJPക്ക് വിജയിക്കാനാകില്ലെന്നും അദ്ദേഹം പറയുന്നുണ്ട്. ഒരു മണ്ഡലത്തിലെങ്കിലും ബാലറ്റ് പേപ്പർ ഉപയോഗിച്ചുള്ള തിരഞ്ഞെടുപ്പ് നടക്കുമല്ലോ എന്നുമാണ് ദിഗ്വിജയ് സിംഗ് പ്രത്യാശ പ്രകടിപ്പിച്ചുകൊണ്ട് പറയുന്നത്. ഇന്ന് ഉപയോഗത്തിലുള്ള EVM മോഡലുകളിൽ 384 സ്ഥാനാർത്ഥികളെ വരെ ഉൾക്കൊള്ളിക്കാനാവും. 24 ബാലറ്റ് യൂണിറ്റുകളുമായി ബന്ധിപ്പിച്ചാണ് ഇത് പ്രവർത്തിക്കുന്നത്. വിചിത്രമായ ആവശ്യമെന്ന് പറഞ്ഞുകൊണ്ട് BJP ഇതിനെ തള്ളിക്കളയാൻ ശ്രമിക്കുമ്പോഴും ഇത്തരം വിചിത്രമായ കാര്യങ്ങൾ ചെയ്തുകൊണ്ടെങ്കിലും തെരഞ്ഞെടുപ്പിനെ സുതാര്യമാക്കി ജനാധിപത്യത്തെ നിലയുറപ്പിക്കുക എന്ന ഒറ്റ ആവശ്യത്തിന്റെ പക്ഷത്ത് നിന്നുകൊണ്ടാണ് ദിഗ്വിജയ് സിംഗും പ്രതിപക്ഷ പാർട്ടികളും ഒരേ സ്വരത്തിൽ സംസാരിക്കുന്നത്. അത് ബാലറ്റ് പേപ്പറിലേക്കൊരു തിരികെ പോക്കാണ്.